DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. ഇപ്പോൾ പ്രഖ്യാപനം വന്നു. എങ്ങനെയാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പുകൾ മണ്ഡലത്തെ സംബന്ധിച്ച്? തീർച്ചയായും നല്ല മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഏറ്റവും മികച്ച മുന്നൊരുക്കങ്ങൾ എല്ലാ തരത്തിലും നടത്തി കഴിഞ്ഞു. പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റി രൂപീകരണവും ബൂത്ത് തല കൺവെൻഷനും പൂർത്തീകരിച്ചു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരേണ്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായി തീർക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും മുന്നണി ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ മുൻകൂട്ടി തയ്യാറാക്കി എല്ലാം തീരുമാനിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ തിരഞ്ഞെടുപ്പ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ച് തിരഞ്ഞെടുപ്പ് വൈകിപ്പോയി. കാലവർഷം നേരത്തെ എത്തി. മഴയും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ പ്രചരണ രംഗത്ത് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായും നമുക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞത് VS ജോയ് എന്നത് നല്ല പേരാണ്, ജോയ് എന്നത് നല്ല പേരല്ലേ എന്ന് KPCC പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. നിലമ്പൂരുകാരെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കാമോ? അല്ല, അതും KPCC പ്രസിഡന്റ് പ്രസ്താവനയും സ്ഥാനാർത്ഥിത്വമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നിങ്ങളെ പേരിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ നല്ല പേരെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ജോയി ഉള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് വരുമോ? സ്ഥാനാർത്ഥിത്വം എന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സാങ്കേതികത്വം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നിങ്ങളെപ്പോലെ കാത്തിരിക്കുന്നില്ല. ഞങ്ങൾ അതിനുവേണ്ടി അക്ഷമരായി ആ നിമിഷത്തിന് വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയല്ല. ആര് സ്ഥാനാർത്ഥിയായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കണം, കേരളത്തിന് ജയിക്കണം. ഇനി നാട് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് മണ്ഡലത്തെ സംബന്ധിച്ച് UDFന് അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. തീർച്ചയായും ഇത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ നീരോട്ടമുള്ള ഞങ്ങളെ സംബന്ധിച്ച് നല്ല അടിത്തറയുള്ള, സംഘടനാപരമായി തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ഞങ്ങൾക്ക് കപ്പിനും ലിപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം ആണ് എന്ന് തന്നെ പറയാം. പ്രത്യേക ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. തീർച്ചയായും ഇന്നത്തെ ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് PV അൻവർ കൂടി നിലമ്പൂരിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രയാസമുണ്ട്. സംഘടനാപരമായി അവരുടെ ശക്തിക്ക് വലിയ ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് ഭരണം മാറിക്കഴിഞ്ഞു. 2 പഞ്ചായത്ത് ഭരണം ഏത് സമയവും മറിയാൻ കഴിയുന്ന തരത്തിലാണ്. വലിയ രാഷ്ട്രീയ മാറ്റം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്. CPMൽ നിന്ന് അണികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അൻവറുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹത്തോട് ചേരുന്ന സാഹചര്യമുണ്ട്. ഐക്യമുന്നണിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. പക്ഷേ വിശേഷിച്ച് നിലമ്പൂരിൽ PV അൻവറിൻ്റെ ഒരു കർമ്മമണ്ഡലം എന്ന നിലയിൽ കൂടി അദ്ദേഹം മുന്നണി വിട്ട് പുറത്തു പോയതോടുകൂടി CPMൻ്റെ സംഘടനാപരമായ അടിത്തറ കൂടി തകർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ അസംതൃപ്തിയുള്ള ആളുകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം ഒരു ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുമോ കോൺഗ്രസ്? ഇല്ലല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ടല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഞങ്ങളെല്ലാവരും കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്ന മുഴുവൻ ആളുകളും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളാരും സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിലും പിണക്കമില്ല, പരിഭവമില്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരായിട്ടുണ്ടാവും, അവസാന ശ്വാസകാലം അവശേഷിക്കും വരെ ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരായിട്ടുണ്ടാവും എന്ന് എല്ലാവരും അടിവരയിട്ട് ആണയിട്ട് പറഞ്ഞല്ലോ. പിന്നെ CPM എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ്സിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ, കോൺഗ്രസ്സിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. CPMന് ഉന്നതരായ നേതാക്കന്മാരുണ്ട്, പക്ഷെ അവരാരും മത്സരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1 ഡസൻ ആളുകളുടെ പേര് CPM പരിഗണിച്ചു കഴിഞ്ഞു. ഇവരാരും മത്സരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ അങ്ങയുടെ പേരുൾപ്പെടെ ഉയർന്നു കേട്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്, നേരിട്ട് ചോദിക്കുന്നതാണ്. അങ്ങയുടെ നേതാക്കൾ ഇത്തരം വല്ല ചർച്ചകളും നടത്തിയിരുന്നോ നേരത്തെ? ഇല്ല, അങ്ങനെ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും പൊതുമാധ്യമങ്ങളിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകളൊന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. മറ്റ് ചർച്ചകൾ നടന്നിട്ടുണ്ട്, മാധ്യമങ്ങളിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചർച്ച. പാർട്ടിയിൽ സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളും മുന്നൊരുക്കങ്ങളും ഒക്കെ അതൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ. അതിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. തീർച്ചയായും ഞങ്ങളതാണ് അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ആരെ പ്രഖ്യാപിച്ചാലും അതോടൊപ്പം ഒറ്റക്കെട്ടായിട്ടുണ്ടാവും, അങ്ങനെയാണ്. തീർച്ചയായും ഞാൻ ചോദിക്കുന്ന 1 ഡസൻ പേരിൽ നിന്ന് 1 പേര് കണ്ടെത്താനാണോ പ്രയാസം, 2 പേരിൽ നിന്ന് ഒരാളെ കണ്ടെത്താനാണോ പ്രയാസം? കോൺഗ്രസിനെ സംബന്ധിച്ച്, ഐക്യമുന്നണിയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് അത്ര ഒരു വലിയ പ്രയാസമേറിയ ഒരു ദൗത്യമല്ല. CPMനെ സംബന്ധിച്ചാണ് അത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളത്. പക്ഷേ ഉറപ്പായിട്ടും ജയിക്കുന്നത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ
നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം അവസാനമായി, കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടമായി മാറുന്നത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന സമുന്നതനായ നേതാവ് ഏറെക്കാലം പ്രതിനിധീകരിച്ച മണ്ഡലം പിന്നീട് കൈവിട്ടു പോയി. ഏറ്റവും ഒടുവിൽ വി പ്രകാശ് എന്ന് പറയുന്ന മറ്റൊരു മുതിർന്ന നേതാവും മത്സരിച്ച് പരാജയപ്പെട്ടൊരു മണ്ഡലം കൂടിയായിരുന്നു. ആ തരത്തിൽ വൈകാരികമായിട്ടുള്ളൊരു പോരാട്ടം കൂടി ഇത് മാറുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് വൈകാരികമായൊരു പോരാട്ടമാണ്. ആര്യാടൻ സാറ് മരണപ്പെട്ടു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം UDF നിന്ന് കൈവിട്ടു പോയ UDFൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണമെന്നായിരുന്നു. പ്രിയപ്പെട്ട പ്രകാശേട്ടൻ അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് കാത്തിരിക്കുന്നതിൻ്റെ ഇടവേളയിലാണ് അദ്ദേഹം ഞങ്ങളെ വിട്ട് കടന്നുപോയത്. അദ്ദേഹത്തിനും വളരെ കുറഞ്ഞ വോട്ടിനാണ് അദ്ദേഹവും പരാജയപ്പെട്ടത്. തീർച്ചയായും ഈ രണ്ട് നേതാക്കന്മാരുടെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത്, അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കണം നിലമ്പൂർ എന്നതാണ്. തീർച്ചയായും അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വൈകാരികമായ ഒരു ലക്ഷ്യം തന്നെയാണ്. അവർക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് വേണ്ടി നിലമ്പൂർ നിയോജകമണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. നിലമ്പൂരിൽ LDF തുടരും, നിലമ്പൂർ വളരും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം. എങ്ങനെയാണ് അതിനുള്ള മറുപടി? ആ മുദ്രാവാക്യം ഈ നിലമ്പൂരിലെ ജനങ്ങൾ പൂച്ഛിച്ച് തള്ളാൻ പോവുകയാണ്. ഒരു തർക്കവും വേണ്ട. നിലമ്പൂരിലേക്ക് ഇപ്പം ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഇപ്പം ഇങ്ങനെ വാർത്ത കണ്ടു, നിലമ്പൂരിലേക്ക് പിണറായി വിജയനോട് പറയണം പെട്ടെന്ന് വരണ്ട, മഴയാണ്, ദേശീയപാത വഴിയാണ് അദ്ദേഹം നിലമ്പൂരിലേക്ക് വരുന്നത്. മഴയൊക്കെ മാറി വെയിലൊക്കെ ഒന്ന് ഉറച്ചിട്ട് പതുക്കെ വന്നായി സൂക്ഷിച്ച് വരണം. കൂരിയാട് ദേശീയപാത വഴിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ധൃതി പിടിച്ച് നിലമ്പൂരിലേക്ക് വരണ്ട, സൂക്ഷിച്ച് വരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ഡലത്തിൽ കടുവയുടെ ആക്രമണം ഉൾപ്പെടെയുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഒരു തോക്കും കൂടി കരുതുന്നത് നല്ലതാണ്. കടുവയും കാട്ടാനയും ഒക്കെ ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും പിന്തുണയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ പെരുകി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ പിടിച്ചു നിന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നിലമ്പൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി സൂക്ഷിക്കണം. ദേശീയപാത വഴി വരുമ്പോൾ മന്ത്രിമാരൊക്കെ കയ്യിലൊരു തോക്കൊക്കെ കരുതുന്നത് നല്ലതാണ്. കടുവയും കാട്ടുപന്നിയും പുലിയും കാട്ടാനയൊക്കെയാണ് ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ കീഴിൽ ഇവിടെ ഇങ്ങനെ, അവർക്ക് മാത്രമാണ് നല്ല കാലം ഈ ഭരണത്തിന് കീഴിൽ. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ സജ്ജമാണ്. മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഹൈക്കമാൻഡ് ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.